ഹായ് പ്രിയവാവേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഫുഡ് കഴിച്ചോടാ? മ്യൂട്ടാണോ? കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. മ്യൂട്ടാണോ? ഹലോ, ഇപ്പം കേൾക്കുന്നുണ്ടോ? ഓയ്, ഹലോ, മ്യൂട്ടാണോ? കേൾക്കുന്നില്ല. മ്യൂട്ടാണോ? ശോ, ഇതെന്താ ഇങ്ങനെ? ഒരു മിനിറ്റ്, പുതിയൊരു സെറ്റപ്പിൽ പരിപാടി ഇടാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതാണ്ട കിടക്കുന്നു. തിരുത്തെടുത്തു. മൈക്ക് ഓഫാണ് ഇവിടെ. മൈക്ക് ഓഫ്. ക്യാമറ ഓൺ ആക്കണം. How can I help you? Ask anything. ഇപ്പം ശരിയായി, കേൾക്കാന്ന് പറയുന്നുണ്ട്. ഓക്കേ. ഹായ് പ്രിയവാവേ, ഫുഡ് കഴിച്ചോടാ? എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഞാനൊരു പുതിയ രീതിക്കൊന്ന് ലൈവ് ഇട്ട് നോക്കിയപ്പോൾ ദാണ്ട എനിക്കിതൊന്നും ഇവിടെ ഒന്നും കാണുന്നുമില്ല. ഞാനേ ഒരു പുതിയ രീതിക്കൊന്ന് ലൈവ് ഇടാന്ന് പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഹലോ, പോയില്ല. കഴിച്ചു എന്ന് പറയുന്നുണ്ട്. ഓക്കേ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നൊരു പുതിയ രീതിക്കൊന്ന് ലൈവ് ഇടാമെന്ന് കരുതി. വാച്ചിങ്ങിലുള്ളവർ ലൈക്ക് അടിക്കൂ, കമൻസ് ഇടൂ, വിശേഷങ്ങൾ പറയൂ. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 36 മിനിറ്റായി. ലൈവിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മോനൂസ്. എന്തൊക്കെയുണ്ട് പ്രിയരെ വിശേഷങ്ങൾ? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? പ്രിയവാവ കഴിച്ചു എന്ന് പറയുന്നുണ്ട്, സുഖം എന്ന് പറയുന്നുണ്ട്. ഓക്കെ പ്രിയവാവേ, പിന്നെ വേറെ വിശേഷമൊക്കെ പറ. പ്രിയവാവ സ്നേഹം തരുന്നുണ്ട്. ഓക്കെ, ഓണാക്കാനായിട്ട് നോക്കിയിട്ട് പറ്റുന്നില്ല. പിന്നെ വേറെ പോയോ? പ്രിയവാവ പോയോ? പ്രിയവാവേ, ഹായ് 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 ഹായ്. വേണ്ട, 3D വേണ്ട, ഒന്നും വേണ്ട. ഇപ്പോൾ കുഴപ്പമില്ലല്ലോ, ഇപ്പം അടിപൊളിയായില്ലേ? ഇമോഷനായിട്ട് ഒന്നും അല്ല നമുക്ക് ആവശ്യം. വാച്ചിങ്ങിലുള്ളവർ ലൈക്ക് അടിക്കൂ, വിശേഷങ്ങൾ പറയൂ, കമൻസ് ഇടൂ ഗൈസ് പ്ലീസ്. ഹലോ, ബാക്ക്ഗ്രൗണ്ട്സ് എഡിറ്റ് എവിടെ പോയി?
ഹലോ. ഓ മൈ ഗോഡ്. വേറെ ആരും ഇല്ലല്ലോ. പുതിയ രീതിക്കൊന്ന് ലൈവ് ഇട്ടപ്പോൾ തോണ്ട കിടക്കുന്ന തിരികെടുത്തോ. ഇതാരാണിത് മനസ്സിലാവുന്നില്ലല്ലോ. പേരെന്താ? എന്താ? ഹായ് എന്ന് പറയുന്നുണ്ട്. ഹായ് ബ്രോ, ഹൗ ആർ യു? വെൽക്കം ടു മൈ ലൈവ്. ഹായ് ഹായ് ഹായ്. പിന്നെ കമൻസും കൂടെ ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിന്നു. ഇതാരും നീയോ? അതെ, ഞാൻ തന്നെ. ഞാൻ പുതിയ രൂപത്തിലും ഭാവത്തിലും വന്നിരിക്കുകയാണ്. എൻ്റെ പൊന്ന ചിന്നു, ഞാൻ മറ്റേ പ്രിസംസ് ലൈവ് സ്റ്റുഡിയോയിലൊന്ന് ലൈവ് ഇട്ട് നോക്കിയത്. ഇതിപ്പോൾ മനുഷ്യന് പാരയായെന്ന് പറഞ്ഞാൽ മതി. ഒരു പുതിയ രീതിക്കൊന്ന് ലൈവ് ഇട്ട് നോക്കാമെന്ന് കരുതി ഇട്ടപ്പോഴത്തേക്ക് ദയ കിടക്കുന്നത് തിമിത്തരികിടത്തോ. ഇപ്പം എല്ലാം കൂടി ഒരുമാതിരി ഇതായി പോയി ചിന്നു. ഇതെങ്ങനെ ഇട്ട മറ്റേ പ്രിസംസ് ലൈവ് സ്റ്റുഡിയോയിൽ കയറി ലൈവ് സ്റ്റുഡിയോയിൽ പ്രിസം ഇല്ലേ, പ്രിസം, ഞാൻ PRISM പ്രിസം ലൈവ് സ്റ്റുഡിയോ അതിനകത്ത് കയറിയിട്ട് ഒന്ന് ഇട്ട് നോക്കിയതാ. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്. നീ എന്താ ആലോചിക്കുന്നേ? എന്താ ചിന്നു, ഭയങ്കര ആലോചനയാണല്ലോ നീ. എന്ത് പറ്റി? ഓഹോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹായ് ബ്രോ. ഹായ് റോയൽ. ഹായ് ഹായ് ഹായ്. ലൈവിലേക്ക് സ്വാഗതം റോയൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ചിന്നു ഹായ് എന്ന് പറയുന്നുണ്ട് റോയല്.
ചിന്നു ഐഡിയ എന്ന് പറയുന്നുണ്ട്. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അല്ലേ മോളെ? പണി പാടി അയ്യോ എൻ്റെ മോനെ, ഇത്ര ഒന്നും വേണ്ട. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഹലോ റോയൽ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട് ചിന്നു. റോയൽ എന്താണ് ബ്രോ, എവിടെയാണ് സ്ഥലം, സുഖമാണോ, ഫുഡ് കഴിച്ചു? ഞാൻ ഫുഡ് കഴിച്ചു ബ്രോ, ഞാൻ ഫുഡ് കഴിച്ചു. ഹലോ റോയൽ ചേട്ടാ എന്ന് ചിന്നു വിളിക്കുന്നുണ്ട്. ചിന്നു എൻ്റെ പെങ്ങളാണ്. ഞാനറിയാതെ അവൾക്ക് വേറൊരാങ്ങളെയോ? ചിന്നു ചിരിക്കുന്നുണ്ട്. ഹായ് 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 ഹായ്. ചിന്നു വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി അവളെ ചിരിക്കുന്നവള്. കണ്ണാന്തളി കാട്ടുകുറിഞ്ഞി കണ്ണാടി നോക്കും ചോലയിൽ കണ്ണാന്തളി. വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലിപ്പോൾ ഞാനും എൻ്റെ അച്ഛനും മാത്രമേ ഉള്ളൂ ബ്രോ. റോയലും ചിരിക്കുന്നുണ്ട്. റോയൽ വീണ്ടും വീണ്ടും ചിരിക്കുകയാണല്ലോ. വിജറ്റ് എന്താണ് കാണാത്ത? ബ്രോ പറയൂ വിശേഷങ്ങൾ. എന്ത് വിശേഷം ബ്രോ? അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. ഇപ്പോഴാണ് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്നതേ ഉണ്ടായിരുന്നു. ഇവിടെ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എന്നാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് ലൈവ് ഇടാമെന്ന് കരുതി ഇട്ടതാ. ഫോട്ടോസ് നാട് വാഴുക നഗരം വാഴുക വീട് വാഴുക വീടുക കാട് വാഴുക കണ്ടം വാഴുക. ഞാൻ അമേരിക്ക. ഞാൻ നിന്നെ ആരാ അമേരിക്കയിലോട്ട് പറഞ്ഞോട്ടെ? എൻ്റെ സ്ഥലം കൊല്ലം കൊട്ടാരക്കര എന്ന് പറയുന്നുണ്ട്. ചോദിച്ചില്ലെങ്കിൽ പറഞ്ഞില്ലേ പറ്റൂ. ബ്രോ എന്ത് ചെയ്യുന്നു? എനിക്ക് വെൽഡിംഗ് വർക്കാണ്. വെൽഡിംഗ് വർക്കാണ്. നാട് വാഴുക കണ്ടം വാഴുക കായംകുളത്തെ കൊച്ചും വാഴുക. അതെപ്പോഴാണ് ചിന്നു അമേരിക്കയിൽ പോയതെന്ന് ചോദിച്ചിരിക്കുന്നുണ്ട്. നാട് വാഴുക നഗരം വാഴുക വാഴുക വിരുദ്ധം വാഴുക കാട് വാഴുക കണ്ടം വാഴുക കായംകുളത്തെ കൊച്ചും വാഴുക. വെളിച്ചത്ത് പോയിരിക്കും മോനുസേ. എടാ വെളിച്ചത്ത് തന്നെ ആടാ. ഞാൻ ഈ ഇതിനകത്ത് എടുത്തുകൊണ്ട് എവിടേക്കോ ഇതിനകത്ത് ആദ്യമായിട്ട് എടുത്തത് കൊണ്ടേ എവിടേക്കോ കൈ തട്ടി എന്താണ്ടൊക്കെ കളറൊക്കെ കയറി വന്നിട്ടുണ്ട്. എനിക്കിതൊന്നും ഓർമ്മയില്ല. അതെപ്പോഴാണ് ചിന്നു അമേരിക്കയിൽ പോയത്? കൊള്ളാലോ, പാട്ട് സൂപ്പറായി പാടുന്നു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ബ്രോ, താങ്ക് യു താങ്ക് യു.
അങ്ങനെയൊന്നും ഇല്ല. നോക്കട്ടെ ഇത് ഇപ്പൊ കുഴപ്പമില്ലല്ലോ. പക്ഷെ എന്നാലും ഈ ക്യാമറ പ്രോ ചിന്നു ചിരിക്കുന്നുണ്ട്. റോയൽ ബ്രോ ഉണ്ട്, ഒരുപാട് ട്രോഫിയൊക്കെ തരുന്നുണ്ട്. പൊളി എന്ന് പറയുന്നുണ്ട്. വേറൊരു ഫോൺ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്, ഇല്ലാണെങ്കിൽ ഞാനിവിടെ കുത്തുവാള എടുത്തേനെ. മൈക്ക് ഓൺ, ക്യാമറ ഓൺ, ട്രോഫി. റോയൽ ബ്രോ വിക്ടറി ചിഹ്നമൊക്കെ കാണിക്കുന്നുണ്ട്. വിക്ടറി ചിഹ്നം. വി ഫോർ വിക്ടറി ഇൻ ഫ്യൂച്ചർ അല്ലേ ബ്രോ? അവിടെ രാത്രിയായി. അതെ രാത്രിയായി. ഇവിടെ രാത്രിയായടാ. ഇവിടെ രാത്രിയായി. ബ്രോ കഞ്ഞി കുടിച്ചോ എന്ന് ചോദിക്കുന്നു. ഞാൻ ഫുഡ് കഴിച്ചു ബ്രോ. ബ്രോ വെട്ടത്ത് വരുമെന്ന് പറയുന്നുണ്ട്. വെട്ടത്തോ? ജസ്റ്റ് എ മിനിറ്റ്. ആരും പോവല്ലോ, ഞാനിപ്പോൾ വരാം കേട്ടാ. ആസ്പെറ്റ് തല വീഴും. നിന്റെ തല വീഴാൻ നോക്കിയാട്ടാ. ഞാനിപ്പോൾ വരാം. എന്നെ കാണണമല്ലേ? ജസ്റ്റ് എ മിനിറ്റ്. മിറ്റത്ത് പോടാ. ഞാൻ മിറ്റത്ത് പോവില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. മുറിയിൽ തന്നെ ഇരിക്കും. ഇപ്പൊ കിടുവാണോ? ഇപ്പൊ കാണാവോ? റോയൽ ചിരിക്കുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ചിന്നു? പുറത്തു വരൂ ബ്രോ. ഇത്രയും പോരെ? കൊള്ളാന്ന് പറയുന്നുണ്ട് ചിന്നു. ബ്രോ ഞാൻ കൂട്ടാക്കി തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ ബ്രോ, വന്നേരം ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എമർജൻസി കത്തിച്ചോ? എടാ എമർജൻസി അല്ലല്ല, ജനലിൻ്റെ ചോട്ടിലായിരിക്കുന്നത്. ജനലിൻ്റെ ഫ്രണ്ടിലായിരിക്കുന്നത്. ജനൽ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എപ്പോഴും നമ്മൾ ഒരേ രീതിക്ക് തന്നെ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതായിരിക്കും, ഇവനെന്തിനാ എപ്പോഴും ഒരേ രീതിക്ക് തന്നെ ലൈവ് ഇടുന്നതെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു എന്തൊരു കുഴി വന്ന് ചാടിയത്. പക്ഷേ ഇതിനകത്ത് ഇപ്പം എനിക്ക് കമൻസ് വായിക്കാൻ പറ്റുന്നില്ല. കമൻസ് ഇതിനകത്ത് കാണുന്നില്ല. ഞാൻ ദേ ഈ ഫോണിനകത്താണ് കമൻസ് കാണുന്നത്. വേണ്ട, ഈ ഫോണിനകത്ത് ഞാൻ കമൻസ് കാണുന്നേ. ആഹാ കൊള്ളാന്ന് പറയുന്നുണ്ട് ചിന്നു. ഫുഡ് കഴിച്ചോ ചിന്നു? ഫുഡ് കഴിച്ചാണോ? ഫുഡ്
ലിഡിയ വിളിക്ക്, അവളെ വരാൻ പറ. അവളുടെ അമ്മ ആശുപത്രിയിലാടാ. അപ്പം അതുകൊണ്ട് അവളെ വരവ് ഇത് ചിലപ്പോഴേ വരൂ. അവളുടെ അമ്മ ആശുപത്രിയിലാണ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട്. അപ്പം അതുകൊണ്ട് അവളും ആശുപത്രിയിൽ നിൽക്കുക. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 55 ഞാൻ ലൈവിൽ നിങ്ങളുടെ സ്വന്തം മോനൂസ്. വാച്ചിങ്ങിലുള്ളവർ ലൈക്ക് അടിക്കൂ, കമൻസ് ഇടൂ, വിശേഷങ്ങൾ പറയൂ. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഞായറാഴ്ച നല്ലതായിരുന്നോ അതോ ചീത്തയായിരുന്നോ? അതോ വർക്കുണ്ടായിരുന്നോ ലീവായിരുന്നോ? പറഞ്ഞ പോലെ എന്നാണ് ഫൈനല്? ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഇന്നാണ്. നാളെ അറിയാം ആര് കപ്പ് തൂക്കും. പക്ഷെ അതിനേക്കാളും വലിയൊരു വലിയൊരു അഭിമാനം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ ചുണക്കുട്ടികൾ ബ്രസീലിനെ തകർത്ത്. അതിൽ വലിയൊരു സന്തോഷമുണ്ട്. ബ്രസീലിനെ തകർത്തില്ലേ. അപ്പം ഇന്ത്യയിലും ഉണ്ട്. ഇനി മിക്കവാറും ഒരു 10 വർഷത്തിനുള്ളിൽ നമ്മുടെ ഇന്ത്യൻ ചുണക്കുട്ടികളും വേൾഡ് കപ്പ് കളിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടിട്ടുള്ള ഈ അണ്ടർ-19 ഫുട്ബോൾ ചാമ്പ്യൻസ്. ബ്രോ സെറ്റ് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ബ്രോ. കമൻസ് ഇടണേ, ഞാൻ തിരിച്ചു വരാം കേട്ടാ. വീഡിയോസ് എല്ലാം പൊളിയെന്ന് പറയുന്നുണ്ട്. താങ്ക് യു ബ്രോ. താങ്ക് യു. ഇതിനകത്ത് വീഡിയോസ് കാണാൻ പറ്റുന്നില്ല. ചിന്നു താഴവാന്ന് പറഞ്ഞ് മേളിലേക്ക് നോക്കുന്നുണ്ട്. ചിന്നു എന്തായാലും ബിസി ആയിരിക്കും, അതായിരിക്കും പോയെന്ന് തോന്നുന്നു. ബ്രോ എന്ന് വിളിച്ച് ആലോചിക്കുന്നുണ്ട് ചിന്നു. ഇവിടെ പോയില്ലേ? അർജന്റീന. പക്ഷെ ഞാൻ നമ്മുടെ ഇന്ത്യൻ ചുണക്കുട്ടികൾ കപ്പെടുത്തതിന് ശേഷം ഉണ്ടല്ലോ, എനിക്കിപ്പോൾ അർജന്റീനയില്ല, ബ്രസീലില്ല, പിന്നെ പോർച്ചുഗലും ഇല്ല. ഓൺലി ഇന്ത്യ മാത്രം. കാരണം നമ്മുടെ ഇന്ത്യക്കും ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റുന്ന വിധത്തിലാണ് അവർ തകർത്തിട്ട് വന്നത്. നാളെ വർക്കുണ്ടോ ബ്രോ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല ബ്രോ, വൈകിട്ടേ അറിയാൻ പറ്റൂ. കപ്പ് നമ്മുടെ മച്ചാന്മാരെ പൊളിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇനി മിക്കവാറും ഒരു 10 വർഷം, ഒരു 10-5 വർഷം അതിന് ഉള്ളിൽ ഇന്ത്യയിൽ നിന്നും വേൾഡ് കപ്പ് കളിക്കാനായിട്ടുള്ള ചുണക്കുട്ടികൾ വരും. നമ്മുടെ ഫുട്ബോളിലേക്കുള്ള ഇന്ത്യൻ രാജ്യം, അല്ലെങ്കിൽ ഫുട്ബോളിലേക്കുള്ള നമ്മുടെ ഇന്ത്യയുടെ എൻട്രി അധികം ദൂരം ഇല്ല. വരും, എന്നായാലും വരും. അതാവണം എന്ന് പറയുന്നുണ്ട്. അതെ ബ്രോ. നിനക്കാരുമില്ല. എന്താ എനിക്കാരും ഇല്ല എന്നാ? എന്തോത്തിന്? എന്തിന്? എടി എൻ്റെ വീട്ടിലുണ്ടായിരുന്നല്ല നീ.
നിന്നെയല്ല ഞാൻ കല്യാണം കഴിപ്പിച്ച് തൃശ്ശൂർക്ക് പാഴ്സൽ ഏൽപ്പിച്ചത്. പിന്നെ നീ മിണ്ടരുത് കേട്ടല്ലോ. പിന്നെ നീ വാ പൊളിക്കരുത്, മിണ്ടാതെ ഇവിടെ ഇരുന്നോണ്. എൻ്റെ കൂടെ അലമ്പുണ്ടാക്കി നടന്നിട്ട് അവളെ ഞാൻ കെട്ടിച്ചിട്ടിട്ട് അവളിപ്പോൾ പറയുന്ന കേട്ടില്ലേ എനിക്കാരുമില്ല. എൻ്റെ മാവ് ഒരു ദിവസം പൂക്കും മോളെ കേട്ടോ, എൻ്റെ മാവും പൂക്കും. അച്ചു ഇപ്പോൾ വരും, ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു ബ്രോ. ആരാ അച്ചു? ഏഞ്ചൽ ഗേൾസ് ആണോ? താങ്ക് യു. ഇനി ആൾക്കാരൊക്കെ വരാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും തിരക്കായിരിക്കും. ചിലർ ലൈവിലായിരിക്കും, ചിലർ കിടന്നുറക്കമായിരിക്കും, അല്ലെങ്കിൽ ചിലരൊക്കെ എന്താ ഉച്ച കഴിഞ്ഞത്തേക്കുള്ള വർക്കിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ആരെയും കാണാത്തതെന്ന് തോന്നുന്നു. എന്തായാലും ആൾക്കാർ വരും. മോനൂസ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് റോയൽ ബ്രോ. റോയൽ ബ്രോയുടെ പേരെന്താ? റോയൽ ബ്രോയുടെ പേരെന്താണ് ബ്രോ? അതേ ബ്രോ, ഏഞ്ചൽ എന്ന് പറയുന്നുണ്ട്. ആണോ? റോയൽ ബ്രോയുടെ പേരെന്താ? ചിന്നു ഹാൻഡ്സം ചിന്നു ചിന്നുവേ ഹാൻഡ്സം. ബിജുലാൽ. ഓക്കെ ബ്രോയ്ക്ക് എന്താ വർക്ക്? എന്താ വർക്ക്? എന്താണ് ബ്രോ? ചിന്നു എവിടെ പോയി? ബ്രോ ഇന്ന് എന്താണ് സ്പെഷ്യൽ? ഇവിടെ സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു ബ്രോ, സ്പെഷ്യലൊന്നും ഇല്ലായിരുന്നു. കാർപ്പൻ്റർ ഇൻറ്റീരിയർ അല്ലേ? ഓക്കെ. ആൽബിൻ ഫിലിപ്പ്, ഹലോ ബ്രോ, ലൈവിലേക്ക് സ്വാഗതം.
എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ ലൈവിൽ ഫസ്റ്റ് ടൈമാണോ ആൽബിൻ? ബ്രോ ഇതെൻ്റെ ചങ്കാണ് ആൽബിൻ. ഹലോ ആൽബിൻ, ലൈവിലേക്ക് സ്വാഗതം ബ്രോ. എന്തൊക്കെയുണ്ട് വിശേഷം? ബ്രോയുടെ വീട് എവിടെയാണ്? എന്ത് ചെയ്യുന്നു ബ്രോ? ഇതെൻ്റെ ചങ്കാണ് ആൽബിൻ. റോയൽ ബ്രോ പറയുന്നുണ്ട്. റോയൽ ബ്രോ ആൽബിൻ ഹായ് എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട്. റോയൽ ബ്രോ ആൽബിൻ ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ആൽബിൻ ഹായ് ബിജു അങ്കിളെ എന്ന് വിളിക്കുന്നുണ്ട്. റോയൽ ബ്രോ ട്രോഫി കൊടുക്കുന്നുണ്ട്. റോയൽ ബ്രോ സ്നേഹം തരുന്നുണ്ട്, ട്രോഫി തരുന്നുണ്ട്. ഉച്ചയ്ക്ക് ആരെങ്കിലും പോയി ചായ കുടിക്കുമോ ബിജു അങ്കിളെ? അതിന് ഉച്ച കഴിഞ്ഞല്ലോ, കണ്ടിപ്പോൾ 3 മണിയായില്ലേ? ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. ലൈവിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മോനൂസ്. എല്ലാവരും ലൈക്ക് അടിക്കൂ, കമൻസ് ഇടൂ, വിശേഷങ്ങൾ പറയൂ. വൈകിട്ടായത് അറിഞ്ഞില്ലേ പൊട്ടാന്ന് ചോദിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. റോയൽ ബ്രോ വൈ ഫോർ വിക്ടറി ചിഹ്നം കാണിക്കുന്നുണ്ട്. ചിന്നു ഇതേ വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട്. നീ അവിടെ പോയത് അടിച്ചിന്നു? പപ്പ എന്തിയെന്ന് ചോദിക്കുന്നുണ്ട് റോയൽ ബ്രോ. ഇനി റോയൽ ബ്രോ വേണ്ട, ബിജേട്ടൻ അത് മതി. എൻ്റെ സമയം 4 മണിയാണ് ചായ കുടി. ഓഹോ, അപ്പോൾ എൻ്റെ സമയം 7 മണിയാണ് ചായ കുടി. 7 മണി ഒരു വൈകിട്ട് 4 മണിക്കൊരു ചായ, അത് കഴിഞ്ഞ് വന്ന് 6 മണിക്കൊരു ചായ, അത് കഴിഞ്ഞ് പിന്നെ 7 മണിക്കൊരു ചായ. ആൽബിൻ ഞാൻ 3 മണി കഴിഞ്ഞ് ചായ കുടിക്കുമെന്ന് പറയുന്നുണ്ട്. റോയൽ ബ്രോ പപ്പ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ആണോ? എൻ്റെ ഫാദറാണെങ്കിൽ ഇപ്പോൾ വർക്കിനൊന്നും പോകുന്നില്ല, സുഖമില്ലാതെ വീട്ടിലിരിക്കുകയാണ്. ചിന്നു വേണ്ട വാവത്തി ചിരിക്കുന്നുണ്ട്. പല്ലടിച്ച താഴെ ഇടും ചിന്നു, ഇമ്മാതിരി ചിരിച്ചാല് കേട്ടാ. ബിജേട്ടൻ ചിന്നു എന്ന് വിളിച്ചിരിക്കുന്നുണ്ട്. കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞും കണ്ണാടി നോക്കും ചോലയിൽ. ഓഹോ എന്ന് പറയുന്നുണ്ട് ചിന്നു. ആഹാ ചിന്നു തോണ്ട നീ നിൽക്കുന്നു, അതിൻ്റെ ഇടയ്ക്കൊരു വാഴ നിൽക്കുന്നുണ്ട്, അതാണ് നീ കേട്ടോ. ഇന്ന് ജോബുണ്ടോ? ഇന്ന് ഉണ്ടായിരുന്നു, ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇന്നലെ ചെയ്തതിൻ്റെ ഒരു ബാക്കി വർക്ക് ഇന്ന് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് ചെയ്ത് തീർത്ത് 2 മണിയായപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുക. സബ്ബാക്കിയിട്ടുണ്ട്, നാളെ തിരിച്ച് തരണേന്ന് പറയുന്നുണ്ട്. ഓക്കെ ബ്രോ, നാളെ തിരിച്ചു വരാം കേട്ടാ. റോയൽ ബിജേട്ടൻ ചിന്നു എന്ന് വിളിക്കുന്നുണ്ട്. ബിജേട്ടൻ ആൽബിൻ എന്ന് വിളിച്ച് ലൈക്ക് കൊടുക്കുന്നുണ്ട്. ബിജേട്ടൻ സ്നേഹം കൊടുക്കുന്നുണ്ട് ആൽബിന്. നീയല്ലേ? അല്ല, നീയാ. അത് നീയല്ലേ ചിന്നു? ചിന്നു വേണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ബിജേട്ടൻ.
ബിജു അങ്കിളിനെ സൂക്ഷിക്കുക കേട്ടോ എന്ന് പറയുന്നുണ്ട്. എന്താ ബ്രോ? റോയലാണ് ബിജു. ഓ, രാജകീയമാണോ? എനിക്ക് വയ്യ, ഒന്ന് കറങ്ങട്ടെ. ജേടപ്പാണ് അവിടെ നില്ലേ കുരിപ്പേ, പോണ്ട. പോയാ എൻ്റെ മുട്ടുകാലം ഞാൻ തല്ലി പിടിക്കാം. അവിടെ ഇരുന്നോണം. കല്ല് പെറുക്കി എറിയും ഞാൻ. ഇത് എൻ്റെ കല്ലവിടെ. ഇത് വെച്ചെറിയും ഞാൻ. ചിന്നു പോവുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ബിജുചേട്ടൻ ചിന്നു പോവുകയാണോ എന്ന് ചോദിക്കുന്നു. എല്ലാവരും പോയോ? ആ വരുന്നു. ഞാൻ ഒരുപാട് പേർക്ക് അയച്ചു, പക്ഷെ എല്ലാവരും ബിസിയാണെന്ന് തോന്നുന്നു. എന്തിനാ ബ്രോ അങ്ങനെ ഷെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാർ വരുന്നവർ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഷെയർ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ആൾക്കാർ വരുവാണെങ്കിൽ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കും. എനിക്കും അറിയാം, എൻ്റെ ലൈവിൽ ഒരുപാട് പേരൊക്കെ വന്നുകൊണ്ടിരുന്നതാണ്. ഞാനിപ്പോൾ ഒരു 2-3 മാസം ഞാൻ ലൈവ് ഇടാതൊക്കെ ഇരുന്നായിരുന്നു. കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ എനിക്ക് ഒരു 2 മാസം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിന് മുമ്പ് വരെ ഞാൻ മാക്സിമം എൻ്റെ ലൈവിൽ ആൾക്കാരൊക്കെ ഒരുപാട് പേരൊക്കെ വന്നുകൊണ്ടിരുന്നു. ഒരു 2 മണിക്കൂറൊക്കെ ഞാൻ 2-2.5 മണിക്കൂറൊക്കെ ഞാൻ മാക്സിമം ഞാൻ ലൈവൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോഴാണ് ആൾക്കാരൊക്കെ കുറവാണ്. കാരണം ഇപ്പോൾ എൻ്റെ ചാനൽ കിട്ടിയിട്ട് എനിക്ക് 2-3 ദിവസമേ ആവുന്നുള്ളൂ. ഇപ്പോൾ ലൈവ് ഇട്ട് എല്ലാവരും അറിഞ്ഞു പിടിച്ച് വരണമല്ലോ. കാരണം ഷെയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആൾക്കാർ വരുവാണെങ്കിൽ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കും. വാച്ചിങ്ങിൽ 3 പേരുണ്ടല്ലോ. ഒന്ന് ലൈക്ക് അടിക്കൂ ഗൈസ്, ലൈക്ക് അടിക്കൂ, കമൻസ് ഇടൂ, വിശേഷങ്ങൾ പറയൂ.
തമ്പു ലൈക്ക് എന്ന് പറയുന്നുണ്ട്. തമ്പുരു ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡ് കഴിച്ചാ? സുഖാന്നോ? സുഖംഡ എന്ന് പറയുന്നുണ്ട് തമ്പുരു. ഫുഡൊക്കെ കഴിച്ചാനോ തമ്പുരു? കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഇത്ര സമയമായിട്ട് കഴിച്ചിട്ടില്ലേ? ഇവിടെ ടൈം ആയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ എവിടെയാണിപ്പോ? ഫോണ് തനിയെ നീങ്ങുന്നു. ഇവിടെ 12:40 എന്ന് പറയുന്നുണ്ട്. ഓക്കേ. വൈറ്റ് അബിത സോണ ഹായ് എന്ന് പറയുന്നുണ്ട്. ഹായ് അബിത സോണ, ലൈവിൽ ഫസ്റ്റ് ടൈം ആണോ? വെൽക്കം ടു മൈ ലൈവ്. ഓക്കെ കാണാന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ തമ്പുരു കാണാട്ടാ. വാച്ചിങ്ങിൽ 4 പേരുണ്ടല്ലോ. ഒന്ന് ലൈക്ക് അടിക്കൂ, കമൻസ് ഇടൂ, വിശേഷങ്ങൾ പറയൂ ഗൈസ്. അതെ, ഫസ്റ്റ് ടൈം ലൈവിൽ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോന, താങ്ക് യു. സോന എവിടെയാണ് വീട്? എന്ത് ചെയ്യുന്നു സോന? ചാനലാണോ സോന? എൻ്റെ സ്ഥലം ആലപ്പുഴ. ഞാൻ പഠിക്കുവാന്ന് പറയുന്നുണ്ട്. എത്രല്ല പഠിക്കുന്നേ? കോളേജിലാണോ സ്കൂളിലാണോ? +2 കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഓക്കെ 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 സോനക്കുട്ടി, എൻ്റെ ലൈവിലേക്ക് സ്വാഗതം കുഞ്ഞ് കേട്ടോ.
ലൈവിലേക്ക് സ്വാഗതം. താമസിക്കുന്ന ആലപ്പുഴ തന്നെയാണോ? വാച്ചിങ്ങിൽ 2 പേരുണ്ടല്ലോ. ഒന്ന് ലൈക്ക് അടിക്കൂ, കമൻസ് ഇടൂ, വിശേഷങ്ങൾ പറയൂ ഗൈസ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 20 മിനിറ്റായി. ഞാൻ ലൈവിൽ നിങ്ങളുടെ സ്വന്തം മോനൂസ്. എല്ലാവരും മടിച്ചു നിൽക്കാതെ ഓടിച്ചാടി വരൂ, ചാടി ഓടി വരൂ, താഴെ വീഴാതെ ഓടിച്ചാടി വരൂ ഗൈസ്. ചേട്ടൻ്റെ സ്ഥലം എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ വീട് പത്തനംതിട്ടയാണ് കേട്ടോ. എനിക്ക് വെൽഡിങ് വർക്കാണ്. ഞാൻ ഇപ്പോൾ വീട്ടിലാണുള്ളത്. അതെ, ആലപ്പുഴയാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോന ചാനലാണോ? സോന ചാനലാണെങ്കിൽ ഒന്ന് പറയാൻ കേട്ടോ. ചാനലാണെങ്കിൽ എന്നെ ഒന്ന് സബ് ചെയ്ത് കമൻസ് ഇടുക, ഞാൻ തിരിച്ചു വരാം കേട്ടോ. റെജിയങ്കിളേ, മോൻ വിളിച്ചത് ഹാർട്ട് വന്നുകൊണ്ട് എൻ്റെ റെജിയങ്കിൾ വന്നിട്ടുണ്ടല്ലോ. അങ്കിളേ, ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാണ്? ഫുഡ് കഴിച്ചോ? ശുഭസായാഹ്നം. അങ്കിളേ, സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അങ്കിളിന് സുഖമാണോ? ഫുഡ് കഴിച്ചോ? ഇപ്പം എവിടെയാണ്? ഡ്യൂട്ടിയിലാണോ ലീവാണോ? കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചു. അങ്കിള് ഫുഡ് കഴിച്ചോ? ചാനലല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. റെജിയങ്കിള് പോയോ? ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നോ മോന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നെങ്കിലോ, ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. 2 മണിയായപ്പോൾ കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഏഞ്ചൽ ഷാഡോ ഹായ് എന്ന് പറഞ്ഞ് സ്നേഹം തരുന്നുണ്ട്. ഹായ് ഏഞ്ചൽ ഷാഡോ, ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡ് കഴിച്ചോ? ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നോ മോന്ന് ചോദിക്കുന്നുണ്ട് റെജിയങ്കിൾ. ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നെങ്കിലോ, ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ. 2 മണിയായപ്പോൾ വീട്ടിൽ വന്നു. ലൈക്ക് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. അബിത, ഞാൻ പോവാ ബൈ എന്ന് പറയുന്നുണ്ട്. ഓക്കെ സോന, വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. നാളെ ഇതുപോലെ വരണേ കേട്ടോ. നാളെയും വന്ന് സപ്പോർട്ട് ചെയ്യുക. ചിന്നുവിൻ്റെ ബ്രദറല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതേല്ലോ, ചിന്നുവിൻ്റെ ബ്രദറാണ്. ബേച്ചേട്ടൻ അച്ചു ചായ കുടിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. റെജിയങ്കിളും ഞാൻ ഡ്യൂട്ടിയിലാന്ന് പറയുന്നുണ്ട്. ഏഞ്ചൽ ഷാഡോ ലൈക്ക് എന്ന് പറയുന്നുണ്ട്. റെജിയങ്കിള് ലൈക്ക് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു അങ്കിളെ. ഞാൻ ചായ കുടിക്കില്ല ബിജു എന്ന് പറയുന്നുണ്ട്. ഏഞ്ചൽ ഷാഡോയുടെ പേരെന്താണ്? ഞാൻ സബ്ബാക്കി വരാം മോനു എന്ന് പറയുന്നുണ്ട്. താങ്ക് യു താങ്ക് യു. ഏഞ്ചൽ ഷാഡോയുടെ പേരെന്താണ്?
അച്ചു എന്ന് വിളിക്കുന്നുണ്ട് ബീച്ചേട്ടൻ. മോനു ഇപ്പം വരാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ ബേച്ചേട്ടാ, പോയിട്ട് വാട്ടോ. ഞാൻ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ നിർത്തും. മോനെ സബ്ബാക്കി കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ നാളെ തിരിച്ചു വരാം ചേച്ചി. ഏഞ്ചൽ ഷാഡയുടെ പേരെന്താണെന്ന് പറയാമോ? പേരെന്താണ്? വീട് എവിടെയാണ്? അച്ചു എന്നാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീട് എവിടെയാ? ഞാൻ ബിജുവിൻ്റെ റിലേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ. കൊട്ടാരക്കര. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? മോൻ പത്തനംതിട്ടയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ പത്തനംതിട്ടയാണ്. ചിന്നു ലൈവ് പരിചയപ്പെട്ടത് ഓർമ്മയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ ചേച്ചി. പോയോ അച്ചു ചേച്ചി? പോയോ അച്ചുമ്മ പോയോ? എൻ്റെ ജനലരികിൽ നിന്ന് ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു.
എൻ്റെ ജനലരികിടുന്നു ഒരു ജമന്തിപ്പൂവിരുന്നു. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ തിരഞ്ഞു ഞാൻ നടന്നു. അവിടെയുമില്ലിവിടെയുമില്ലീശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. അവിടെയുമില്ലിവിടെ എല്ലാവരും പോയോ? പിന്നെ 1 മണിക്കൂർ മുമ്പ് ലൈവ് നിർത്തിയേക്കാം. ഇനിയും കൂടുതലിരിക്കാൻ വയ്യ. നടുവ് പൊട്ടിപ്പൊളക്കുന്നേ, നടുവ് പൊട്ടിപ്പൊളക്കുന്നേ. നടുവ് പൊട്ടിപ്പൊളക്കുന്നേ, പൊളക്കുന്നേ, പൊളക്കുന്നേ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 32 മിനിറ്റായി. ഞാൻ ലൈവിൽ നിങ്ങളുടെ സ്വന്തം മോനൂസ്. വാച്ചിങ്ങിലുള്ളവർ ലൈക്ക് ഇടൂ, കമൻസ് ഇടൂ, വിശേഷങ്ങൾ പങ്കുവയ്ക്കൂ. എന്തൊക്കെയുണ്ട് വിശേഷം? പുതുതായി ലൈവ് കാണുന്നവർ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻസ് ഇടണേ. ചാനലാണെങ്കിൽ തിരിച്ചു വരാട്ടോ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനലിൽ വന്ന് എന്നെ ഇത്രയും നേരം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നല്ലൊരു നന്ദി പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ മോനു സൈനിങ് ഔട്ട്. ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ. പോകാൻ സമയമായി. ഇപ്പം ആരും വരികയെല്ലാം തോന്നുന്നു.